നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന പുതിയൊരു സെഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അപ്കമിംഗ് ആയിട്ട് വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാമുകളെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ഫാക്ട് ഫയലും റാങ്ക് ഫയലും ഒക്കെ റെഫർ ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിതിലൂടെ കവർ ചെയ്ത് പോകുന്നത്. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഓരോ സെഷനിലും കുറച്ചേശ്ശെ കവർ ചെയ്യാം, ടോപ്പിക് വൈസ് സബ്ജക്റ്റ് വൈസ് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഹിസ്റ്ററി തന്നെയാണ് എടുക്കുന്നത്. ഓൾസോ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ കുറച്ച് ക്ലാസ്സസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചാനലിൽ കയറി ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം, പതിവ് കണക്ക് എന്ന് പറയുന്ന ചെലവ് പട്ടിക, അതായത് ബജറ്റ് പോലെ പതിവ് കണക്ക് ആരംഭിച്ചത് ആരുടെ ഭരണകാലത്താണെന്നാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് പതിവ് കണക്ക് ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് രാമയ്യൻ ദളവ കേട്ടോ. രാമയ്യൻ ദളവയും ഈ കാര്യങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിച്ചിരുന്ന ആളാണ് രാമയ്യൻ ദളവ. അപ്പോൾ പതിവ് കണക്ക് ആരംഭിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അടുത്ത ചോദ്യം, അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘം. അപ്പം അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ത്രീകളുടെ സന്നദ്ധ സേവാ സംഘം ദേശസേവികാ സംഘമാണ് കേട്ടോ. 1938 ദേശസേവികാ സംഘം രൂപം കൊള്ളുന്നത്. അതുപോലെ കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണെന്ന് ഓർക്കുക കേട്ടോ. അത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് അക്കാമ ചെറിയാനാണ്. ഇനി അടുത്ത ചോദ്യം, തിരുവിതാംകൂറിന് അമേരിക്കൻ മോഡൽ ഭരണഘടന വിഭാവനം ചെയ്ത ദിവാൻ. CP രാമസ്വാമി അയ്യറാണ്. സർ CP എന്നും അദ്ദേഹത്തിന് അറിയപ്പെടും, സർ CP. അപ്പൊ CP രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂറിന് അമേരിക്കൻ മോഡൽ ഭരണഘടന വിഭാവനം ചെയ്ത ദിവാൻ എന്ന് പറയുന്നത്. ഓൾസോ പുന്നപ്ര വയലാർ സമരകാലത്തെ ദിവാനായിരുന്നതും അദ്ദേഹമാണ്. അതുപോലെ തന്നെ വട്ടമേശ സമ്മേളനത്തിൽ, ലണ്ടനിൽ വെച്ച് നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മലയാളി കൂടിയാണ് സർ CP എന്നറിയപ്പെടുന്ന CP രാമസ്വാമി അയ്യർ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ദിവാനായി സേവനമനുഷ്ഠിച്ച ഏക മുസ്ലിം. മുഹമ്മദ് ഹബീബുള്ള. അപ്പം മുഹമ്മദ് ഹബീബുള്ളയാണ് തിരുവിതാംകൂറിലെ ദിവാനായിട്ട് സേവനമനുഷ്ഠിച്ച ഏക മുസ്ലിം എന്ന് പറയുന്നത്. അടുത്തത്, തിരുവിതാംകൂർ ദിവാനായ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ. കേണൽ ജോൺ മൺറോ ആണ് തിരുവിതാംകൂർ ദിവാനായ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ, കേണൽ ജോൺ മൺറോ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി രാജാ കേശവദാസ് ആണ്, രാജാ കേശവദാസ്. അപ്പം തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി രാജാ കേശവദാസ് ആണെന്ന് ഓർക്കുക. അടുത്തത്, തിരുവിതാംകൂറിൽ വാക്സിനേഷൻ വകുപ്പ് ആരംഭിക്കുകയും ആദ്യമായി വാക്സിനേഷൻ നടത്തുകയും ചെയ്ത ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായി ആണ് കേട്ടോ. റാണി ഗൗരി ലക്ഷ്മിഭായി 1810 മുതൽ 1815 വരെയാണ്, 5 വർഷമാണ് ഭരിച്ചത്. അപ്പോൾ ഈ ഭരണകാലഘട്ടത്തിൽ റാണി ഗൗരി ലക്ഷ്മിഭായി തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേണൽ ജോൺ മൺറോനെ ദിവാനായിട്ട് നിയമിച്ചതും ഇവരാണ്, റാണി ഗൗരി ലക്ഷ്മിഭായി. അപ്പോൾ തിരുവിതാംകൂറിൽ വാക്സിനേഷൻ വകുപ്പ് ആരംഭിച്ചതും അതുപോലെ തന്നെ ആദ്യമായിട്ട് വാക്സിനേഷൻ നടത്തുകയും ചെയ്ത ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായി ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ പ്രസിദ്ധീകരിച്ചത് ആരാണെന്നാണ്. 1906 ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ പ്രസിദ്ധീകരിക്കുന്നത്. വി നാഗം അയ്യയാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ പ്രസിദ്ധീകരിച്ചത്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ കർത്താവ്. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ 1911 പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് C. അച്യുതമേനോൻ ആണ്. C. അച്യുതമേനോൻ പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ആവുന്ന വ്യക്തിയാണ് C. അച്യുതമേനോൻ. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിന്റെ കർത്താവ് C. അച്യുതമേനോൻ. അടുത്തത്, മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ചത്. ഇത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. മലബാർ മാനുവൽ 1887 പ്രസിദ്ധീകരിച്ചത്. മലബാറിലെ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന വില്യം ലോഗൻ ആയിരുന്നു മലബാർ മാനുവൽ പ്രസിദ്ധീകരിച്ചത്. വില്യം ലോഗൻ ട്ടോ. അടുത്ത ചോദ്യം, മലപ്പുറത്ത് നിന്ന് കോട്ടയം വരെ ബോധവത്കരണ ജാഥ നടത്തിയ നവോത്ഥാന നായിക. പാർവതി നെന്മേനി മംഗലം. അപ്പം മലപ്പുറത്ത് നിന്ന് കോട്ടയം വരെ ബോധവത്കരണ ജാഥ നടത്തിയ നവോത്ഥാന നായിക ആരാണെന്ന് ചോദിച്ചാൽ പാർവതി നെന്മേനി മംഗലാണ്. അവര് ഓലക്കുട ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലൗസ് ധരിച്ച് മാറുമറച്ച് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ സ്ത്രീകൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും അന്തർജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുകയൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നവോത്ഥാന നായികയാണ് പാർവതി നെന്മേനി മംഗലം. അതുകൊണ്ട് തന്നെ കൊച്ചി നിയമസഭയിൽ നമ്പൂതിരി ബില്ല് അവതരിപ്പിച്ചപ്പം ആ സമയത്ത് അന്തർജനങ്ങളുടെ പ്രതിനിധിയായിട്ട് പാർവതി നെന്മേനി മംഗലത്തിന് സർക്കാർ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യം,
തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം നിർത്തലാക്കി ആദ്യ ഉത്തരവ് പുറപ്പെടുവിച്ചത് ആരാണെന്നാണ്. അത് 1812 അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. അടിമ വ്യാപാരം നിർത്തലാക്കിയിട്ടുള്ള ആദ്യത്തെ ഉത്തരവ് തിരുവിതാംകൂറിൽ പുറപ്പെടുവിക്കുന്നത്. അതുപോലെ റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചു നേരത്തെ. എന്തായിരുന്നു? വാക്സിനേഷൻ വകുപ്പ് കൊണ്ടുവന്നു. ആദ്യമായിട്ട് വാക്സിനേഷൻ എടുത്ത ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിഭായ്. അതുപോലെ തന്നെ ജോൺ മൺറോയിനെ ദിവാനായിട്ട് നിയമിച്ചതും ആരായിരുന്നു? റാണി ഗൗരി ലക്ഷ്മിഭായ് ആയിരുന്നു. അടുത്ത ചോദ്യം, ഡച്ച് കപ്പിത്താൻ ഡിലനോയിയുടെ സ്മാരകമായി നിലനിൽക്കുന്ന കോട്ടയാണ് ഉദയഗിരി കോട്ട. അപ്പൊ ഡച്ച് കപ്പിത്താൻ ആയിട്ടുള്ള ഡിലനോയിയുടെ, അദ്ദേഹം ഡച്ച് കപ്പിത്താൻ ആണെങ്കിലും കുളച്ചിൽ യുദ്ധത്തിൽ തോറ്റതിന് ശേഷം മാർത്താണ്ഡവർമ്മയ്ക്ക് കീഴ്പ്പെട്ടിട്ട് എന്താവുന്നുണ്ട്? പിന്നീട് തിരുവിതാംകൂറിന്റെ സൈന്യാധിപനായിട്ട് അല്ലെങ്കിൽ സേനാ നായകനായിട്ട് വരുന്നുണ്ട് ഡിലനോയി. അപ്പൊ അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് നിലനിൽക്കുന്ന കോട്ടയാണ് ഉദയഗിരി കോട്ട. അടുത്ത ചോദ്യം, 1929 മലബാർ കൂടിയായ്മ നിയമം, മലബാർ ടെനൻസി ആക്ട് കേട്ടോ, 1929 വർഷം കൂടെ ഓർത്തിരിക്കുക. 1929 മലബാർ കൂടിയായ്മ നിയമം നടപ്പിലാക്കിയത് ഏത് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു? വില്യം ലോഗൻ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ വില്യം ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് മലബാർ ടെനൻസി ആക്ട് അഥവാ മലബാർ കൂടിയായ്മ നിയമം നടപ്പിലാക്കിയത്. പിന്നെ അതുപോലെ നേരത്തെ നമ്മൾ പഠിച്ചു മലബാർ മാനുവൽ രചിച്ചത് അതാരായിരുന്നു? വില്യം ലോഗൻ തന്നെയായിരുന്നു. അപ്പൊ മലബാർ മാനുവൽ ആരാണ്? വില്യം ലോഗൻ. അതുപോലെ തന്നെ മലബാർ കൂടിയായ്മ നിയമം അതും വില്യം ലോഗൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ദുരാചാരമായ മണ്ണാപ്പേടി, പുലപ്പേടി തുടങ്ങിയവ നിരോധിച്ചത് ആരാണെന്നാണ്. അത് വേണാട്ടിലെ യുവരാജാവായിരുന്ന കോട്ടയം കേരളവർമ്മയാണ് ഈ ദുരാചാരങ്ങളൊക്കെ, ഏത് മണ്ണാപ്പേടി, പുലപ്പേടി തുടങ്ങിയ ദുരാചാരങ്ങളൊക്കെ നിരോധിച്ചത്. 1696 തിരുവിതാംകോട് ശാസനത്തിലൂടെയാണ് ഇവയെല്ലാം നിരോധിക്കുന്നത്. അപ്പൊ 1696 തിരുവിതാംകോട് ശാസനം ആരാണ് നിരോധിച്ചത്? കോട്ടയം കേരളവർമ്മ, വേണാട്ടിലെ യുവരാജാവായിരുന്ന കോട്ടയം കേരളവർമ്മ. എന്തൊക്കെയാണ് നിരോധിച്ചത്? മണ്ണാപ്പേടി, പുലപ്പേടി തുടങ്ങിയ ദുരാചാരങ്ങൾ കേട്ടോ. ഇനി ബാലാകലേശം ആരുടെ കൃതിയാണ്? ബാലാകലേശം പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതിയാണ് ബാലാകലേശം. അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ് ജാതിക്കുമ്മി, അതുപോലെ തന്നെ ഉദ്യാനവിരുന്ന്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹത്തെ പറ്റി എപ്പോഴും ചോദിക്കുന്ന ചോദ്യം അദ്ദേഹം സ്ഥാപിച്ച അരയ സമാജത്തിനെ പറ്റിയാണ്. അപ്പൊ 1907 അദ്ദേഹം അരയ സമാജം സ്ഥാപിക്കുന്നത്. അപ്പൊ അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാലും പണ്ഡിറ്റ് KP കറുപ്പനാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള EMS നമ്പൂതിരിപ്പാടിന്റെ രചനയാണ് 1.25 കോടി മലയാളികൾ. അപ്പൊ 1.25 കോടി മലയാളികൾ രചിച്ചിരിക്കുന്നത് EMS നമ്പൂതിരിപ്പാട്. അടുത്ത ചോദ്യം, ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിന് ഏത് പ്രസിദ്ധീകരണത്തിന്റെ മുഖവാക്യമാണ് ഇത്? ഏത്? ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിന് എന്ന് പറയുന്നത് ഏത് പ്രസിദ്ധീകരണത്തിന്റെയാണ്? സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിന്റെയാണ്. അപ്പോൾ സ്വദേശാഭിമാനിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പം പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വദേശാഭിമാനിയുടെ സ്ഥാപകൻ ആരാണെന്നുള്ളതാണ്. മിക്കവാറും എല്ലാവരും സ്വദേശാഭിമാനി കൃഷ്ണപിള്ളയാണോ, രാമകൃഷ്ണപിള്ളയാണോ എന്ന് കൺഫ്യൂഷൻ അടിക്കും. പക്ഷെ അദ്ദേഹം പത്രാധിപരായിരുന്നു. സ്വദേശാഭിമാനിയുടെ സ്ഥാപകനായിട്ട് വരുന്നത് വക്കം മൗലവിയാണ്. അദ്ദേഹമാണ് അത് സ്ഥാപിക്കുന്നത്. പക്ഷെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അതിന്റെ പത്രാധിപരായിരുന്നു കേട്ടോ. അപ്പോൾ സ്ഥാപിച്ചത് വക്കം മൗലവി, പത്രാധിപരായിട്ടിരുന്നതാണ് രാമകൃഷ്ണപിള്ള. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണ്. 1556 ഗോവയിലാണ് അവർ ആദ്യമായിട്ട് അച്ചടിശാല ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിശാല ആരംഭിച്ചത് പോർച്ചുഗീസുകാരാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച അയർലാൻഡുകാരൻ ജെയിംസ് ഡാറ. അപ്പൊ ജെയിംസ് ഡാറയാണ് 1859 ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച അയർലാൻഡുകാരൻ കേട്ടോ, ജെയിംസ് ഡാറ. അടുത്തത്, ആയില്യം തിരുനാൾ മഹാരാജാവ് 1865 പുറപ്പെടുവിച്ച ഏത് വിളംബരമാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? പണ്ടാരപ്പാട്ട വിളംബരമാണ്. അപ്പൊ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏതാണെന്ന് ചോദിച്ചാൽ പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ആയില്യം തിരുനാൾ മഹാരാജാവ്. അതുപോലെ തന്നെ ഏത് വർഷമാണ്? 1865. അപ്പോൾ 3 ഫാക്ട്സ്. ആയില്യം തിരുനാൾ മഹാരാജാവ്, വർഷം 1865, പിന്നെ അതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന്. അപ്പോൾ ഏതാണ്? പണ്ടാരപ്പാട്ട വിളംബരത്തിനെ പറ്റിയാണ് നമ്മൾ ഈ 3 ഫാക്ട്സും പഠിച്ചത്. ഇനി അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത് 1857 ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് നിലവിൽ വരുന്നത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തിലാണ് ഇത് വരുന്നത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആരാണ്? അനിഴം തിരുനാളായിട്ട് കൺഫ്യൂഷൻ ആവരുത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് പറയുന്നത്. പോസ്റ്റ് ഓഫീസ് വരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ. ഇനി
തിരുക്കൊച്ചി രൂപവൽക്കരണത്തോടെ ആദ്യ രാജപ്രമുഖായി ചുമതലയേറ്റത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പം തിരുവിതാംകൂറും കൊച്ചി ഒരുമിച്ച് പുതിയൊരു സംസ്ഥാനം പോലെ തിരുക്കൊച്ചിയായിട്ട് വരുമ്പം കൊച്ചി രാജാവ് ഐക്യ കേരളത്തിനോട് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം മാറി നിൽക്കുന്നുണ്ട്. അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുകയും രാജപ്രമുഖായിട്ട് വരുന്നത് തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അദ്ദേഹം ഒരു നോമിനൽ ഹെഡ് ആയിട്ടാണ് വരുന്നത്. വേറൊരു നിയമസഭ പോലെ ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒരു നോമിനൽ ഹെഡ് പോലെ തന്നെ രാജപ്രമുഖ് എന്നൊരു പദവിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇനി SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയം. അപ്പൊ SNDPയുടെ ആദ്യ മുഖപത്രത്തിന്റെ പേര് വിവേകോദയം, ഈഴവ ഗസറ്റ് എന്നും അറിയപ്പെട്ടിരുന്നു. പിന്നീട് അതിന്റെ പേര് മാറ്റി ഇപ്പൊ അതിന്റെ പേര് യോഗാനന്ദം എന്നാണ്. യോഗാനന്ദം. അപ്പം ആദ്യത്തെ മുഖപത്രത്തിന്റെ SNDPയുടെ ആദ്യത്തെ മുഖപത്രത്തിന്റെ പേര് വിവേകോദയം ട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രീക്വന്റ് ആയിട്ട് ഹോട്ട് ടോപ്പിക്സ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഓൾസോ നമ്മുടെ ചാനലൊന്ന് കയറി ചെക്കൗട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.